നമസ്കാരം. പുരാതന ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ നിർണായകമായൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നഗരങ്ങൾ എങ്ങനെ വീണ്ടും ഉയർന്നുവന്നു. അതെ, ബുദ്ധന്റെ കാലഘട്ടത്തിലെ സെക്കൻഡ് അർബനൈസേഷനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഹാരപ്പൻ നഗരങ്ങൾ ഇല്ലാതായി. അതിനുശേഷം ഏകദേശം 1500 വർഷത്തേക്ക് ഇന്ത്യയിൽ വലിയ നഗരങ്ങളെ ഉണ്ടായിരുന്നില്ല. ഒരു തരം നിശബ്ദതയായിരുന്നു. എന്നിട്ട് ഗംഗാതീരത്ത് നഗരങ്ങൾ ഗംഭീരമായൊരു തിരിച്ചുവരവ് നടത്തി. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ഒരു ചരിത്രപരമായ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് തേടുന്നത്. ശരി, അപ്പോ ഈ ഒരു യാത്രയിൽ നമ്മൾ ആദ്യം ഇന്ത്യയുടെ ഈ നഗര പുനരുജ്ജീവനത്തെപ്പറ്റി സംസാരിക്കും. പിന്നെ നമുക്ക് കിട്ടിയ തെളിവുകൾ, അതായത് മൺപാത്രങ്ങളിൽ നിന്നും പഴയ ഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടിയ സൂചനകൾ നോക്കും. അതിനുശേഷം ഗംഗാതടത്തിലെ ആ വലിയ വളർച്ച, അതിനു പിന്നിലെ 4 പ്രധാന കാരണങ്ങൾ, പുതിയ നഗരങ്ങളുടെ ഒരു ഘടന, അതിന്റെ പ്രാധാന്യം, ഇതെല്ലാം ചർച്ച ചെയ്യും. തീർന്നില്ല, അവസാനം പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ കുറച്ച് ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഇന്ത്യാസ് അർബൻ റിനൈസൻസ്. എന്താണ് ഈ സെക്കൻഡ് അർബനൈസേഷൻ? എന്തുകൊണ്ടാണ് ചരിത്രത്തിൽ ഇതിന് ഇത്ര വലിയൊരു സ്ഥാനം കൊടുക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു താരതമ്യമാണ്. ഇന്ത്യയുടെ 2 പ്രധാന നഗരവൽക്കരണ ഘട്ടങ്ങൾ. ആദ്യത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹാരപ്പൻ സംസ്കാരം. അതായിരുന്നു ഫസ്റ്റ് അർബനൈസേഷൻ. അത് സിന്ധു നദീ തടത്തിലായിരുന്നു, ബ്രോൺസ് ഏജിൽ. എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന സെക്കൻഡ് അർബനൈസേഷൻ സംഭവിക്കുന്നത് ഏകദേശം 600 BCയിലാണ്. സ്ഥലം മാറി, ഗംഗാതടത്തിലേക്ക്, യുഗവും മാറി. ഇത് അയൺ ഏജാണ്. ഈ മാറ്റം ഓർത്തുവെക്കണം, ഇത് വളരെ നിർണായകമാണ്. ഇനി ഈ ടൈം ലൈൻ നോക്കിയേ. ഹാരപ്പൻ നഗരങ്ങൾ ക്ഷയിച്ചതിനും ഗംഗാതടത്തിൽ പുതിയ നഗരങ്ങൾ ഉയർന്നു വരുന്നതിനുമിടയിൽ വലിയൊരു ഗ്യാപ്പ് കാണുന്നില്ലേ? ഏകദേശം 1500 വർഷം. ചരിത്രകാരന്മാർ ഇതിനെ ഏർബൻ സൈലൻസ് എന്നാണ് വിളിക്കുന്നത്. നഗരങ്ങളില്ലാത്ത ഒരു നിശബ്ദ കാലഘട്ടം. ഇത് ഈ തിരിച്ചുവരവിന്റെ പ്രാധാന്യം ശരിക്കും വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ നഗരങ്ങളെക്കുറിച്ച് നമുക്കെവിടെ നിന്നാണ് വിവരം കിട്ടിയത്? അതാണ് നമ്മുടെ അടുത്ത വിഷയം. തെളിവുകൾ എവിടെ നിന്ന് കിട്ടി? പുരാവസ്തു ഗവേഷണവും പഴയകാല രേഖകളും നമ്മളോട് എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. പുരാവസ്തു ഗവേഷണത്തിൽ മൺപാത്രങ്ങൾ ഒരുപാട് കഥകൾ പറയും. ഈ കാലഘട്ടത്തെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താക്കോലാണ് നിങ്ങൾ ഈ കാണുന്ന മൺപാത്ര കഷ്ണങ്ങൾ. ഇതിനെ നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ അഥവാ ചുരുക്കി NBPW എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇത് ഇത്ര സ്പെഷ്യൽ എന്ന് നമുക്ക് അടുത്തതായി കാണാം. അപ്പോൾ എന്താണ് ഈ NBPW എന്ന് വെച്ചാൽ? ഇത് വെറും ഒരു മൺപാത്രമല്ല, നല്ല മിനുസമുള്ള കണ്ണാടി പോലെ തിളങ്ങുന്ന ഒന്നാണിത്. ഒരുതരം ലക്ഷറി ഐറ്റം. ഇത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് അന്നത്തെ സമ്പന്നരായിരുന്നു. അതുകൊണ്ടുതന്നെ പുരാവസ്തു ഗവേഷകർക്ക് എവിടെയൊക്കെ ഈ NBPW കിട്ടുന്നുവോ അവർക്ക് ഉറപ്പിക്കാം, ആഹാ, ഇവിടെ സെക്കൻഡ് അർബനൈസേഷന്റെ സ്വാധീനമുണ്ടെന്ന്. ഇത് അന്നത്തെ സമ്പത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഒരു പ്രധാന അടയാളമാണ്. പുരാവസ്തു തെളിവുകൾ ഒരു വശത്ത്, മറുവശത്ത് നമുക്ക് അന്നത്തെ സാഹിത്യത്തിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. പാലി ഭാഷയിലുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങൾ, ഉദാഹരണത്തിന് അംഗുത്തര നികായ, 16 മഹാജനപദങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ ജൈനഗ്രന്ഥങ്ങളിൽ കച്ചവടത്തെക്കുറിച്ചും വ്യാപാരികളെക്കുറിച്ചും ധാരാളം പരാമർശങ്ങളുണ്ട്. സംസ്കൃതത്തിലെ സൂത്രസാഹിത്യങ്ങളാകട്ടെ അന്നത്തെ സാമൂഹിക ജീവിതരീതികളിലേക്ക് വെളിച്ചം വീശുന്നു. തെളിവുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി ഈ നഗരങ്ങൾ എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് നോക്കാം. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഭാഗം, ദ ഗാൻജറ്റിക് അർബൻ ബൂം. ഈ മാപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ആ ഒരു ജോഗ്രഫിക്കൽ ഷിഫ്റ്റ് വളരെ വ്യക്തമാണ്. സിന്ധു നദീതടത്തിൽ നിന്ന് ഗംഗാ സമതലങ്ങളിലേക്ക് ചരിത്രത്തിന്റെ ഫോക്കസ് മാറുകയാണ്. പുതിയ രാഷ്ട്രീയ ശക്തികേന്ദ്രങ്ങളായ 16 മഹാജനപദാസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. മഗധ, കോസലം, കാശി, വജ്ജി ഇവയെല്ലാമായിരുന്നു അന്നത്തെ പുതിയ പവർ സെന്ററുകൾ. ഈ പട്ടിക നോക്കിയാൽ അന്നത്തെ പ്രധാനപ്പെട്ട ചില നഗരങ്ങളെ കാണാം. മഗധയുടെ തലസ്ഥാനമായ രാജഗൃഹം 5 കുന്നുകളാൽ ചുറ്റപ്പെട്ടൊരു കോട്ട കെട്ടിയ നഗരമായിരുന്നു. കോസലയുടെ തലസ്ഥാനമായ ശ്രാവസ്തി ബുദ്ധൻ ധാരാളം സമയം ചിലവഴിച്ചൊരു സ്ഥലമാണ്. അതുപോലെ കാശി ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ചമ്പയാകട്ടെ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രവും. ഇവയെല്ലാം വെറും ഗ്രാമങ്ങളായിരുന്നില്ല. കൃത്യമായ ഭരണപരവും വാണിജ്യപരവുമായ ധർമ്മങ്ങളുണ്ടായിരുന്നതുകൊണ്ടാണ് ഇവയെ നഗരങ്ങളായി കണക്കാക്കുന്നത്. ശരി, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തുകൊണ്ട് ഈ സമയത്ത് ഈ സ്ഥലത്ത് ഇത്രയധികം നഗരങ്ങൾ ഉയർന്നു വന്നു? ഇതിനു പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ നഗരവളർച്ചയ്ക്ക് പിന്നിൽ പ്രധാനമായും 4 പരസ്പരം ബന്ധപ്പെട്ട ഘടകങ്ങളുണ്ട്. 1 അയൺ ടെക്നോളജി, 2 അഗ്രികൾച്ചറൽ സർപ്ലസ്, 3 വളർന്നുവന്ന ട്രേഡ് നെറ്റ്വർക്ക്സ്, 4 പൊളിറ്റിക്കൽ സെൻട്രലൈസേഷൻ.
നമുക്കിവ ഓരോന്നും ഈ വലിയ മാറ്റത്തിന് എങ്ങനെ കാരണമായി എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം അയൺ ടെക്നോളജി. ഗംഗാ സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന കാടുകളായിരുന്നു. ഇരുമ്പുകൊണ്ടുള്ള കോടാലികൾ ഉപയോഗിച്ച് ഈ കാടുകൾ വെട്ടിത്തെളിക്കാൻ പറ്റി. അതുപോലെ ഇരുമ്പ് കലപ്പകൾ ഉപയോഗിച്ച് അവിടത്തെ കട്ടിയുള്ള എക്കൽ മണ്ണ് ഉഴുതുമറയ്ക്കാൻ സാധിച്ചു. ഇതാണ് എല്ലാ മാറ്റങ്ങൾക്കും തുടക്കമിട്ട ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ. ഈ പുതിയ സാങ്കേതികവിദ്യ കൃഷിയെ മാറ്റിമറിച്ചു. അതിന്റെ ഫലമായി അഗ്രികൾച്ചറൽ സർപ്ലസ്, അതായത് കാർഷിക മിച്ചമുണ്ടായി. നെൽച്ചെടി പറിച്ചു നടുന്നതുപോലുള്ള പുതിയ കൃഷിരീതികളും ഇതിന് സഹായിച്ചു. അപ്പോൾ കൃഷിപ്പണി ചെയ്യാത്തൊരു വലിയ വിഭാഗം ആളുകളെ തീറ്റിപ്പോറ്റാൻ ഈ ഭക്ഷ്യമിച്ചം കൊണ്ട് സാധിച്ചു. അതായത് കൈത്തൊഴിലുകാർ, കച്ചവടക്കാർ, ഭരണാധികാരികൾ, സന്യാസിമാർ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഏതൊരു നഗരത്തിന്റെയും അടിസ്ഥാനം ഇതാണ്. മൂന്നാമതായി വ്യാപാര ശൃംഖലകളുടെ വളർച്ച. ഉത്തരാപദ, ദക്ഷിണാപദ പോലുള്ള വലിയ വ്യാപാരപാതകൾ ഈ പുതിയ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു. തുണിത്തരങ്ങൾ, ആനക്കൊമ്പുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ പല സാധനങ്ങളും ദൂരദേശങ്ങളിലേക്ക് വ്യാപാരം ചെയ്യപ്പെട്ടു. ഇത് നഗരങ്ങളുടെ സമ്പദ്വ്യവസ്ഥയുടെ ജീവനാഡിയായി മാറി. അവസാനമായി പൊളിറ്റിക്കൽ സെൻട്രലൈസേഷൻ. ഈ കാർഷിക മിച്ചവും വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനവും രാജാക്കന്മാർക്ക് വലിയ സൈന്യത്തെയും ഭരണസംവിധാനങ്ങളെയും നിലനിർത്താൻ ആവശ്യമായ ശക്തി നൽകി. ഇതിന്റെ ഫലമായി മഹാജനപദാസ് എന്നറിയപ്പെട്ട വലിയ രാജ്യങ്ങൾ രൂപപ്പെട്ടു. ഈ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരങ്ങൾ കോട്ടകളാൽ സുരക്ഷിതമാക്കി അവ അധികാര കേന്ദ്രങ്ങളായി മാറി. ഓക്കെ, അപ്പോൾ ഈ പുതിയ മഹാനഗരങ്ങൾക്കുള്ളിൽ എന്തൊക്കെയാണ് നടന്നിരുന്നത്? അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു? അതാണ് നമ്മുടെ അഞ്ചാമത്തെ ഭാഗം. ഈ നഗരങ്ങൾക്ക് പല പ്രധാനപ്പെട്ട റോളുകളുണ്ടായിരുന്നു. അവ മഹാജനപദാസിന്റെ ഭരണകേന്ദ്രങ്ങളായിരുന്നു. കച്ചവടക്കാർക്കു വേണ്ടി നിഗമ എന്നറിയപ്പെട്ടിരുന്ന പ്രത്യേക മാർക്കറ്റുകളുണ്ടായിരുന്നു. തുണി, മൺപാത്രങ്ങൾ, ആനക്കൊമ്പ് ഉൽപ്പന്നങ്ങൾ പോലുള്ളവയുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്നു ഈ നഗരങ്ങൾ. അതുപോലെ ബുദ്ധമതം, ജൈനമതം പോലുള്ള പുതിയ മതവിഭാഗങ്ങളെയും സന്യാസിമാരെയും പിന്തുണയ്ക്കുന്നതിലും ഈ നഗരങ്ങൾ വലിയ പങ്കുവഹിച്ചു. നഗരങ്ങളിലെ ജനങ്ങൾ വളരെ വൈവിധ്യമുള്ളവരായിരുന്നു. സെത്തികൾ എന്നറിയപ്പെട്ട വലിയ പണക്കാരായ വ്യാപാരികൾ, സ്വന്തമായി ഗിൽഡുകളൊക്കെ ഉണ്ടായിരുന്ന കൈത്തൊഴിലുകാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, സന്യാസിമാർ, ഇങ്ങനെ പലതരം ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നൊരിടമായി നഗരങ്ങൾ മാറി. ഇത് പുതിയൊരു സാമൂഹിക അന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചു. ശരി, നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണ്? പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതിൽ നിന്നും ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് അർബണൈസേഷനാണ് ഇന്ത്യയുടെ ക്ലാസിക്കൽ കാലഘട്ടത്തിന് ശരിക്കും തുടക്കം കുറിച്ചത്. പിന്നീട് വന്ന മൗര്യ സാമ്രാജ്യം പോലുള്ള വലിയ സാമ്രാജ്യങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികവും രാഷ്ട്രീയമായ അടിത്തറ പാകിയത് ഈ നഗരങ്ങളാണ്. ഗംഗാതടം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിന്റെ കേന്ദ്രമായി മാറുന്നത് ഇവിടെ മുതലാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ അറിവ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ സെക്കൻഡ് അർബനൈസേഷന്റെ തുടക്കവുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള പുരാവസ്തു തെളിവ് ഏതാണ്? ഓപ്ഷൻസ് നോക്കൂ. ഉത്തരം കിട്ടിയോ? അതെ, ഓപ്ഷൻ സി, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വയർ. നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചതാണ് അല്ലേ? രണ്ടാമത്തെ ചോദ്യം: ഏകദേശം 600 BCയിലെ നഗരവളർച്ചയുടെ പ്രധാന കാരണം അല്ലാത്തതേതാണ്? ഇതൊരു ട്രിക്കി ചോദ്യമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരിയുത്തരം സി, മാരിടൈം ട്രേഡ് വിത്ത് റോമൻ എംപയർ. കാരണം റോമൻ സാമ്രാജ്യവുമായുള്ള വ്യാപാരം വളരെ കാലം കഴിഞ്ഞാണ് പ്രാധാന്യത്തിലാകുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദ്യമാണ്. ഒന്നാം നഗരവൽക്കരണത്തിൽ നിന്ന് രണ്ടാം നഗരവൽക്കരണത്തിലേക്കുള്ള ഭൂമിശാസ്ത്രപരമായ മാറ്റം എവിടെ നിന്ന് എവിടേക്കായിരുന്നു? ഉത്തരം വളരെ വ്യക്തമാണ്. ബി, ഇൻഡസ് പ്ലെയിൻ ടു ദ ഗംഗാ ബേസിൻ. ഇനി മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി 2 ചോദ്യങ്ങൾ. ആദ്യത്തേത്, അനുകൂലമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ സംഭവിച്ച ഒരു സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഫലമായിരുന്നു രണ്ടാം നഗരവൽക്കരണം. ഈ പ്രസ്താവനയെ വിമർശനാത്മകമായി ഒന്ന് വിശകലനം ചെയ്യുക. ഇതിൽ നിങ്ങൾ അയൺ ടെക്നോളജിയും ഗംഗാതളത്തിന്റെ ഭൂപ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് വിശദീകരിക്കേണ്ടത്. അവസാനത്തെ ചോദ്യം, BCE 6ാം നൂറ്റാണ്ടിൽ ഗംഗാ സമതലങ്ങളിൽ നഗരങ്ങൾ ഉയർന്നു വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ഈ പുതിയ നഗരങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മൾ ചർച്ച ചെയ്ത 4 പ്രധാന കാരണങ്ങളും നഗരങ്ങളുടെ വിവിധ റോളുകളും അടിസ്ഥാനമാക്കി ഇതിനുത്തരമെഴുതാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവുറപ്പിക്കാൻ ഈ ചോദ്യങ്ങൾ സഹായിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം. പുരാതന ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ബുദ്ധന്റെ കാലഘട്ടത്തിലെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഇത് വെറുമൊരു കൃഷിയുടെ ചരിത്രമല്ല, ഒരു നാടിന്റെ തന്നെ വളർച്ചയുടെ കഥയാണ്.
ഈ വിശകലനത്തിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി ഓരോ ഘട്ടമായി മുന്നോട്ടു പോകും. അതായത് ഗംഗാസമതലത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളിൽ തുടങ്ങി പിന്നെ പുതിയ ടെക്നോളജി, കൃഷിരീതികൾ, സാമൂഹിക ഘടന, സാമ്പത്തിക മിച്ചം, അങ്ങനെ അവസാനം ഒരു സ്വയം പര്യാപ്തമായ ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ രൂപപ്പെട്ടു എന്നുവരെ നമ്മൾ ചർച്ച ചെയ്യും. ഏതൊരു വലിയ സാമ്പത്തിക മാറ്റത്തിന്റെയും കഥ തുടങ്ങുന്നതെപ്പോഴും അതിന്റെ ഭൂമിശാസ്ത്രത്തിൽ നിന്നാണല്ലോ. ഇവിടെയും അത് അങ്ങനെ തന്നെയാണ്. ബുദ്ധന്റെ കാലഘട്ടത്തിലെ ഈ കാർഷിക വിപ്ലവത്തിന്റെ തുടക്കം ഫലഭൂയിഷ്ഠമായ ഗംഗാ തടത്തിൽ നിന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രദേശം ഇത്ര നിർണായകമായതെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ കാർഷിക മുന്നേറ്റത്തിന് ആവശ്യമായതെല്ലാം ഗംഗാതടത്തിൽ ഒത്തിണങ്ങിയിരുന്നുവെന്ന് പറയാം. വർഷാവർഷം നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ്, പിന്നെ കൃഷിക്ക് ആവശ്യമായ കനത്ത മഴ, ഇതെല്ലാം ചേർന്നപ്പോൾ ഈ പ്രദേശം മനുഷ്യർക്ക് താമസിക്കാനും കൃഷി ചെയ്യാനും ഏറ്റവും അനുയോജ്യമായൊരിടമായി മാറി. ശരി, ഇത്രയും ഫലഭൂയിഷ്ഠമായൊരു ഭൂമി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. അതിന്റെ മുഴുവൻ കഴിവുകളും ഉപയോഗിക്കാൻ ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായം ആവശ്യമായിരുന്നു. ആ ടെക്നോളജി എങ്ങനെയാണ് ഒരു കാർഷിക വിപ്ലവത്തിന് തന്നെ കാരണമായതെന്ന് നമുക്ക് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് കാർഷിക മേഖലയിൽ ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരൊറ്റ ഘടകം എന്തായിരിക്കാം? ഉത്തരം വളരെ ലളിതമാണ്, പക്ഷേ അതിന്റെ സ്വാധീനം അത് വളരെ വലുതായിരുന്നു. ഇരുമ്പുകൊണ്ടുള്ള കലപ്പയുടെ അഗ്രം. അന്നത്തെ സാഹചര്യങ്ങളെ അടിമുടി മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. ഇരുമ്പിന്റെ ഉപയോഗം 2 തരത്തിലാണ് കാർഷിക രംഗത്ത് ഒരു വിപ്ലവമുണ്ടാക്കിയത്. ഒന്ന്, ഇരുമ്പു കോടാലികൾ ഉപയോഗിച്ച് ഗംഗാസമതലത്തിലെ ഇടതൂർന്ന കാടുകൾ എളുപ്പത്തിൽ വെട്ടിത്തെളിക്കാൻ പറ്റി. 2, ഇരുമ്പു കലപ്പകൾ ഉപയോഗിച്ച് നിലം കൂടുതൽ ആഴത്തിൽ ഉഴുതുമറിക്കാൻ കഴിഞ്ഞു. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കൂട്ടുകയും കൂടുതൽ വിളവ് കിട്ടാൻ സഹായിക്കുകയും ചെയ്തു. ഇതോടുകൂടി കാളകളെ ഉപയോഗിച്ചുള്ള കൃഷി വ്യാപകമായി. മൃഗസംരക്ഷണം കൃഷിയുടെ ഒരു ഭാഗം തന്നെയായി മാറി. പുതിയ ടെക്നോളജി വന്നപ്പോൾ അത് കൃഷി ചെയ്യുന്ന രീതികളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിലേറ്റവും പ്രധാനം നെൽകൃഷിയിലുണ്ടായ മാറ്റമാണ്. അക്കാലത്തെ ഏറ്റവും നിർണായകമായൊരു കാർഷിക രീതിയായിരുന്നു പാഡി ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് നമ്മൾ ഇന്ന് പറയുന്ന ഞാറുനടിയിൽ. പുരാതന ഗ്രന്ഥങ്ങളിൽ ഇതിനെ ശാലി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സംഭവം സിമ്പിളാണ്. നെൽവിത്തുകൾ ഒരു പ്രത്യേക സ്ഥലത്ത് പാകി മുളപ്പിക്കും. തൈകൾ അല്പം വളർന്ന ശേഷം പ്രധാന വയലിലേക്ക് മാറ്റിനടും. ബുദ്ധന്റെ കാലഘട്ടത്തിലാണ് ഈ രീതി വലിയ തോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ പുതിയ രീതിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, ചെറിയ തൈകളെ കീടങ്ങളിൽ നിന്നും കളകളിൽ നിന്നും സംരക്ഷിക്കാൻ ഇത് സഹായിച്ചു. അതുകൊണ്ട് അവയുടെ അതിജീവന നിരക്ക് കൂടി. ഏറ്റവും പ്രധാനമായി, ഒരേ അളവ് സ്ഥലത്തുനിന്ന് കിട്ടുന്ന വിളവ് ഗണ്യമായി വർദ്ധിച്ചു. ഇതോടെ കിഴക്കൻ ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ അരി പ്രധാന ഭക്ഷണമായി മാറി. അത് അവിടത്തെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായി തീർന്നു. അരിയായിരുന്നു പ്രധാന വിളവ്, ശരി തന്നെ. പക്ഷേ അന്നത്തെ കാർഷിക സമ്പദ്വ്യവസ്ഥ അതിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ബാർലി, തിന, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളും പലതരം പയർവർഗ്ഗങ്ങളും പരുത്തി, കരിമ്പ് പോലുള്ള നാണ്യവിളകളും അവർ കൃഷി ചെയ്തിരുന്നു. ഇത് ഭക്ഷണത്തിന്റെ ലഭ്യത ഉറപ്പാക്കുക മാത്രമല്ല, മറ്റ് ആവശ്യങ്ങൾക്കും വഴി തുറന്നു. ഇതുവരെ നമ്മൾ ഭൂമിയെയും സാങ്കേതികവിദ്യയെയും കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഈ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളുകളെക്കുറിച്ചും ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചും സംസാരിക്കാം. അതായത് ആ ഹ്യൂമൻ എലമെന്റ്. അന്ന് പ്രധാനമായും 2 രീതിയിലുള്ള കൃഷിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കൃഷിയോഗ്യമായ ഭൂമി ഓരോ കുടുംബത്തിനും വീതിച്ചു കൊടുക്കും. ആ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ അവിടെ ജോലി ചെയ്യും. ഇതിനെ ഫാമിലി ബേസ്ഡ് മോഡൽ എന്ന് പറയാം. എന്നാൽ ഗഹപതി എന്നറിയപ്പെട്ടിരുന്ന സമ്പന്നരായ കർഷകർ സ്വന്തം കുടുംബാംഗങ്ങളോടൊപ്പം ദാസകമ്മകാര എന്ന് വിളിക്കപ്പെട്ടിരുന്ന കൂലിവേലക്കാരെയും കൃഷിക്കുപയോഗിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും നിർണായകമായൊരു മാറ്റമായിരുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തവകാശം എന്ന ആശയം. അതുവരെ ഒരു പൊതുസ്വത്തായി കണക്കാക്കിയിരുന്ന ഭൂമി വിൽക്കാനും വാങ്ങാനും ദാനം നൽകാനും കഴിയുന്ന ഒന്നായി മാറി. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല. സമൂഹത്തിൽ പുതിയ സാമ്പത്തിക ശക്തികളെ സൃഷ്ടിച്ച ഒരു വലിയ മാറ്റമായിരുന്നു അത്. അപ്പോ ഈ കാർഷിക മുന്നേറ്റങ്ങളുടെയെല്ലാം ആത്യന്തിക ഫലം എന്തായിരുന്നു? സിമ്പിളായി പറഞ്ഞാൽ, ഉപജീവനത്തിനുള്ളത് കഴിഞ്ഞ് മിച്ചം വരുന്ന ഉൽപ്പാദനം. നമ്മളിതിനെ അഗ്രേറിയൻ സർപ്ലസ് അഥവാ കാർഷിക മിച്ചം എന്ന് പറയും. ഈ ഉദ്ധരണി അതിന്റെ സാരാംശം വ്യക്തമാക്കുന്നുണ്ട്. കർഷകർ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും ഉപജീവനത്തിനും വേണ്ടതിലും വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു. ഈ കൂടുതൽ ഉൽപ്പാദനമാണ് മിച്ചം അഥവാ സർപ്ലസ്.
അപ്പോ ഈ കാർഷിക മിച്ചം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കാം. ഇരുമ്പുപകരണങ്ങളും ഞാറുനടിയിലും പോലുള്ള പുതിയ ടെക്നോളജി ഫലഭൂയിഷ്ഠമായ മണ്ണിൽ ഉപയോഗിച്ചപ്പോൾ ധാന്യ ഉൽപ്പാദനം കുതിച്ചുയർന്നു. ഒരു കർഷക കുടുംബത്തിന് ഒരു വർഷം ജീവിക്കാൻ ആവശ്യമായതിലും കൂടുതൽ വിളവ് കിട്ടാൻ തുടങ്ങി. ഈ അധിക ഉൽപ്പാദനമാണ് കാർഷിക മിച്ചം. പിന്നീട് വന്ന മറ്റെല്ലാ സാമ്പത്തിക സാമൂഹിക മുന്നേറ്റങ്ങളുടെയും അടിത്തറ ഇതായിരുന്നു. ഇനി നമുക്ക് ഈ കാർഷിക മിച്ചം എങ്ങനെയാണ് ഗ്രാമങ്ങളെ സ്വയം പര്യാപ്തമായ സാമ്പത്തിക യൂണിറ്റുകളാക്കി മാറ്റിയതെന്ന് നോക്കാം. അന്നത്തെ ഗ്രാമങ്ങൾ വെറും താമസ സ്ഥലങ്ങളായിരുന്നില്ല, മറിച്ച് കൃത്യമായി ചിട്ടപ്പെടുത്തിയ സാമ്പത്തിക കേന്ദ്രങ്ങളായിരുന്നു. കൃഷിസ്ഥലങ്ങൾ സാധാരണയായി ഗ്രാമത്തിന് പുറത്തായിരുന്നു. വയലുകൾക്ക് വേലി കെട്ടുന്നതും ജലസേചനത്തിനായി കനാലുകൾ ഉണ്ടാക്കുന്നതും പോലുള്ള ജോലികൾ ഗ്രാമീണർ ഒരുമിച്ച് ചെയ്യുമായിരുന്നു. മിച്ചം വരുന്ന ധാന്യം ഗ്രാമത്തിലെ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു. വാരാണസിക്ക് സമീപം ആശാരിമാരുടെ ഗ്രാമമുണ്ടായിരുന്നതുപോലെ ചില ഗ്രാമങ്ങൾ ചില പ്രത്യേക കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്നു. അതായത് സമൂഹത്തിന് ആവശ്യമായതിലും കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കൃഷി ചെയ്യേണ്ട ആവശ്യമില്ലാതെ വന്നു. ചിലർക്ക് കൃഷിയിൽ നിന്ന് മാറി മറ്റു ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് കൊല്ലൻ, ആശാരി, നെയ്ത്തുകാരൻ തുടങ്ങിയ കരകൗശല വിദഗ്ധരുടെ ഒരു പുതിയ വിഭാഗം തന്നെ ഉയർന്നുവന്നത്. ഇവിടെ ഒരു പരസ്പരാശ്രിതത്വം രൂപപ്പെട്ടു, ഒരു കൊടുക്കൽ വാങ്ങൽ പോലെ. കർഷകർക്ക് അവരുടെ പണിയായുധങ്ങൾക്കും വസ്ത്രങ്ങൾക്കും മറ്റു സാധനങ്ങൾക്കുമായി കരകൗശല വിദഗ്ധരെ ആവശ്യമായിരുന്നു. അതേസമയം കരകൗശല വിദഗ്ധർക്ക് ഭക്ഷണത്തിനായി കർഷകരെയും ആശ്രയിക്കേണ്ടി വന്നു. ഇത് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ശക്തവും സങ്കീർണവുമാക്കി. ശരി, അപ്പം നമ്മൾ ഈ വിഷയം വിസ്തരമായി തന്നെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് നേരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരാം. പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്നും കുറച്ച് മാതൃകാ ചോദ്യങ്ങളും നോക്കാം. പെട്ടെന്നൊരു റിവിഷനു വേണ്ടി ഈ പ്രധാന പോയിന്റുകൾ ഓർക്കുക. അടിത്തറ: ഫലഭൂയിഷ്ഠമായ ഗംഗാ സമതലങ്ങൾ. ഉത്തേജനം: ഇരുമ്പുകലപ്പയും കോടാലിയും. പ്രധാന ടെക്നിക്: ശാലി അഥവാ ഞാറുനടിയിൽ. തൊഴിൽ രീതി: കുടുംബകൃഷിയും ദാസക്കമ്മകാര എന്ന കൂലിത്തൊഴിലാളികളും. പ്രധാന ഫലം: കാർഷിക മിച്ചം. സാമ്പത്തിക യൂണിറ്റ്: ഉൽപ്പാദനത്തിന്റെയും സംഭരണത്തിന്റെയും കേന്ദ്രമായ ഗ്രാമം. പ്രിലിംസിനായുള്ള ആദ്യത്തെ ചോദ്യം: ബുദ്ധന്റെ കാലഘട്ടത്തിൽ ഗഹപതി എന്ന പദം ആരെയാണ് സൂചിപ്പിച്ചിരുന്നത്? ഓപ്ഷൻസ്: എ. വില്ലേജ് ഹെഡ്മാൻ, ബി. കൂലിക്കു പണിയെടുക്കുന്ന കർഷക തൊഴിലാളി, സി. സമ്പന്നനായ കർഷകൻ അല്ലെങ്കിൽ ഭൂവുടമ, ഡി. നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥൻ. അടുത്ത ചോദ്യം: BC 6-ാം നൂറ്റാണ്ടിൽ ഗംഗാ സമതലങ്ങളിൽ കൃഷി വ്യാപിക്കാൻ ഏറ്റവും നിർണായകമായ സാങ്കേതിക മുന്നേറ്റം ഏതായിരുന്നു? ഓപ്ഷൻസ്: എ. കനാലുകളുടെ നിർമ്മാണം, ബി. ഇരുമ്പ് കലപ്പയുടെ ഉപയോഗം, സി. കാളകളെ ഇണക്കി വളർത്തൽ, ഡി. വിവിധ വിളകൾ കൃഷി ചെയ്യുന്ന രീതിയുടെ വികാസം. അവസാന പ്രിലിംസ് ചോദ്യം: ബുദ്ധന്റെ കാലഘട്ടത്തിൽ പാഡേ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ ഞാറുനടിയിൽ വ്യാപകമായത് പ്രധാനമായും എന്തിലേക്കാണ് നയിച്ചത്? ഓപ്ഷൻസ്: എ. ജലസേചനത്തിന്റെ ആവശ്യം കുറയുന്നതിലേക്ക്, ബി. പുതിയ ഇനം വിളകൾ വരുന്നതിലേക്ക്, സി. നെല്ലുത്പാദനത്തിൽ കാര്യമായ വർധനവിലേക്ക്, ഡി. മറ്റ് ധാന്യവിളകളുടെ തകർച്ചയിലേക്ക്. ഇനി മെയിൻസിനായുള്ള ഒരു ചോദ്യം: ഗംഗാതടത്തിൽ ഉപജീവന സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് മിച്ച സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള മാറ്റം സാങ്കേതികവും ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളുടെ ഫലമായിരുന്നു. ഈ പ്രസ്താവനയെ 150 വാക്കുകളിൽ വിശദീകരിക്കുക. അവസാനമായി കുറച്ചുകൂടി വിശദമായ ഒരു ചോദ്യം: ബുദ്ധന്റെ കാലഘട്ടത്തിലെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ വിശകലനം ചെയ്യുക. ഭൂവുടമസ്ഥതയുടെ രീതികൾ, സ്വയം പര്യാപ്തമായ ഒരു സാമ്പത്തിക യൂണിറ്റ് എന്ന നിലയിൽ ഗ്രാമത്തിന്റെ പങ്ക് എന്നിവയ്ക്ക് ഊന്നൽ നൽകി ഒരു ഉത്തരം തയ്യാറാക്കുക. ഈ ചോദ്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അതായത് മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്ന വലിയ രാഷ്ട്രങ്ങൾ രൂപം കൊണ്ട ആ കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ച്. ബുദ്ധന്റെ കാലത്ത് എങ്ങനെയായിരുന്നു ഒരു രാജ്യം ഭരിച്ചിരുന്നത്? എന്തായിരുന്നു അതിന്റെ ഒരു ഘടന? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയം മനസ്സിലാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു 6 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു ക്ലിയർ പിക്ചർ തരും. ആദ്യം ആളുകൾ എങ്ങനെ ഗോത്രജീവിതത്തിൽ നിന്ന് ഒരു നിശ്ചിത ഭൂപ്രദേശത്തെ താമസിക്കുന്ന രീതിയിലേക്ക് മാറിയെന്ന് നോക്കും. പിന്നെ രാജാവിന്റെ പദവിയും അധികാരവും. തുടർന്ന് ഭരണയന്ത്രം എങ്ങനെയായിരുന്നു,
തലസ്ഥാനങ്ങളുടെ പ്രാധാന്യം ഇതെല്ലാം എങ്ങനെ ഒരു വലിയ സാമ്രാജ്യത്തിന് വഴിയൊരുക്കി. അവസാനം പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളും ചോദ്യങ്ങളും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പ്ലാൻ. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്തിനായിരുന്നു ശരിക്കും ഇങ്ങനൊരു ഭരണകൂടം? ഒരു ഫോർമൽ ഗവൺമെന്റ് സിസ്റ്റമൊക്കെ ആവശ്യമായി വന്നതിന് പിന്നിലെ സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എല്ലാ മാറ്റങ്ങളുടെയും തുടക്കം ഇവിടെയാണ്. ആളുകളുടെ കൂറ് അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി എവിടെയായിരുന്നു എന്നതിൽ വലിയൊരു മാറ്റം വന്നു. മുൻപ് അത് ജന എന്നറിയപ്പെടുന്ന സ്വന്തം ഗോത്രത്തോടായിരുന്നു. ഞാൻ ഇന്ന ഗോത്രത്തിലെ ആളാണ് എന്നായിരുന്നു ചിന്ത. എന്നാൽ പതുക്കെ പതുക്കെ അതവർ താമസിക്കുന്ന ജനപദം എന്ന ഭൂപ്രദേശത്തോടായി. അതായത് ഞാൻ ഈ നാട്ടുകാരനാണ് എന്നൊരു ചിന്ത. ഇതൊരു വെറും പേരുമാറ്റമല്ല, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു ഇത്. അപ്പോ എങ്ങനെയാണ് ഈ മാറ്റം സംഭവിച്ചത്? ഇതിനു പിന്നിലെ പ്രധാന കാരണം ടെക്നോളജിയായിരുന്നു. ഇരുമ്പ് കൊണ്ടുള്ള കലപ്പ പോലുള്ള ഉപകരണങ്ങൾ വ്യാപകമായതോടെ കൃഷിയിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടായി. കൂടുതൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് സ്ഥിരമായി ഒരിടത്ത് താമസിക്കാൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ വന്നു. ഈ അധികമായി ഉണ്ടാക്കിയ ധാന്യം ആര് സൂക്ഷിക്കും? ആരിതിനെല്ലാം ഒരു സംരക്ഷണം നൽകും? ഈ ചോദ്യങ്ങളിൽ നിന്നാണ് ഒരു ഓർഗനൈസ്ഡ് ഭരണകൂടം വേണമെന്ന ആശയം വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രദേശമുണ്ടായി, അതിനതിരുകളായി. സ്വാഭാവികമായും അടുത്ത ചോദ്യം വരുമല്ലേ, ആരാണിതിന്റെ തലവൻ? ആരാണിത് ഭരിക്കുക? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളെ ഭരണ സംവിധാനത്തിന്റെ കേന്ദ്രബിന്ദുവിലേക്ക്, അതായത് രാജാവിലേക്ക് എത്തിക്കുന്നത്. അക്കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവന്ന ഒരു മോഡൽ പാരമ്പര്യ രാജവാഴ്ചയായിരുന്നു. അതായത് അച്ഛൻ രാജാവാണെങ്കിൽ മകൻ അടുത്ത രാജാവ്. അധികാരം ഒരു കുടുംബത്തിന്റെ അവകാശമായി മാറി. പക്ഷേ ഈ കിരീടം വെക്കൽ എപ്പോഴും അത്ര സമാധാനപരമായിരുന്നില്ല കേട്ടോ. പലപ്പോഴും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോ രാജാവിന് അധികാരം കിട്ടിയത് വെറുതെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല. ആ അധികാരം സജീവമായി നിലനിർത്തണമായിരുന്നു. എങ്ങനെ? പ്രധാനമായും 2 റോളുകളിലൂടെ. ഒന്ന്, ഒരു യോദ്ധാവെന്ന നിലയിൽ. യുദ്ധങ്ങളിൽ സൈന്യത്തെ നയിക്കുന്നത് രാജാവായിരുന്നു. 2, ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ. ഈ 2 കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ പ്രധാന അടിത്തറ. ഇതിനൊരു രസകരമായ വിശദീകരണം പഴയ ബുദ്ധമതഗ്രന്ഥമായ ദീർഘനികായത്തിൽ കാണാം. ഇത് ശരിക്കും ഒരു സോഷ്യൽ കോൺട്രാക്ട് പോലെയാണ്. അതായത് സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ തന്നെ ഒരു നേതാവിനെ തെരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണം, നിയമം നടപ്പാക്കണം, പകരം ഞങ്ങളുടെ വിളവിന്റെ ഒരു ഭാഗം ഞങ്ങൾ നിങ്ങൾക്ക് തരാം. കണ്ടില്ലേ, ഒരു കൊടുക്കൽ വാങ്ങൽ. ഇതിൽ നിന്നാണ് രാജവാഴ്ചയുടെ തുടക്കമെന്നാണ് പറയുന്നത്. ഒരു രാജാവിന് ഒറ്റയ്ക്ക് ഒരു രാജ്യം മുഴുവൻ ഭരിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഭരണയന്ത്രത്തെക്കുറിച്ചും അതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെക്കുറിച്ചും നോക്കാം. ഈ ഭരണത്തിന്റെ ഘടന ഒരു പിരമിഡ് പോലെ ഓർത്തുവെക്കുന്നതാണ് എളുപ്പം. ഏറ്റവും മുകളിൽ രാജാവ്, പരമാധികാരി. അദ്ദേഹത്തിന് തൊട്ടു താഴെ മഹാമാത്രന്മാർ അല്ലെങ്കിൽ അമാത്യന്മാരെന്നൊക്കെ അറിയപ്പെടുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ. ഇവരായിരുന്നു യഥാർത്ഥത്തിൽ ഭരണം നടത്തിയിരുന്നത്. അവർക്ക് താഴെ ഇവരെ സഹായിക്കാൻ ആയുക്തർ പോലുള്ള മറ്റുദ്യോഗസ്ഥരും. ഇത് വ്യക്തമായ ഒരു അധികാരശ്രേണി അന്നുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. ഈ പട്ടിക നോക്കൂ. ഓരോരുത്തർക്കും കൃത്യമായ ജോലികളുണ്ട്. രാജാവിന് ഉപദേശം കൊടുക്കാൻ മന്ത്രിൻ, സൈന്യത്തെ നയിക്കാൻ സേനാനായക. ഇത് കാണിക്കുന്നത് എന്താണ്? വെറുതെ കുറെ ആളുകൾ മാത്രമല്ല, മറിച്ച് ഓരോ കാര്യത്തിനും പ്രത്യേക ആളുകളുള്ള ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം, ഒരു ബ്യൂറോക്രസി രൂപപ്പെട്ടു വരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. മഹാമാത്ര, അതായത് ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ, ഇന്ത്യൻ മൗര്യ ചക്രവർത്തിയായ അശോകൻ സ്ഥാപിച്ച ഒരു ധാർമ്മിക ഉദ്യോഗസ്ഥനായിരുന്നു. അവരുടെ മുഴുവൻ പേര് ധർമ്മ മഹാമാത അഥവാ ധർമ്മ പരിശോധകർ എന്നായിരുന്നു. ബുദ്ധമതത്തിലെ ധർമ്മതത്വങ്ങൾ അഥവാ ധാർമ്മിക നിയമം പ്രചരിപ്പിക്കുന്നതിനായി അശോക ചക്രവർത്തി നിയമിച്ച പ്രത്യേക ഉദ്യോഗസ്ഥരായിരുന്നു ധർമ്മ മഹാമാത്രർ. ഇവർ ബുദ്ധകാലഘട്ടത്തിൽ സ്ഥാപിതമായ ഒരു സിസ്റ്റമല്ല. അമാത്യന്മാർ ദൈനംദിന ഭരണം കൈകാര്യം ചെയ്യുന്ന ഭരണപരമായ സിവിൽ സർവീസ്, സെക്രട്ടറിമാർ അല്ലെങ്കിൽ മന്ത്രിമാർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. കേന്ദ്രീകൃത മൗര്യഭരണത്തിലെ പ്രധാന ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു അമാത്യരും മഹാമാത്രന്മാരും. മറുവശത്ത് മൗര്യകാലഘട്ടത്തിൽ പ്രവിശ്യ, ജില്ലാ തലങ്ങളിൽ രാജകീയ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിനും ഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള സംസ്ഥാന നിയമിത ഉദ്യോഗസ്ഥരായിരുന്നു ആയുക്തകൾ.
എന്നാൽ ഗുപ്ത സാമ്രാജ്യകാലത്ത് ആയുക്തകൾ റവന്യൂ, തദ്ദേശ ഭരണത്തിൽ, പ്രത്യേകിച്ച് ജില്ലാ, പ്രവിശ്യാ തലങ്ങളിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു. ഉദ്യോഗസ്ഥരെല്ലാം എവിടെയിരുന്നാണ് ഭരണം നടത്തിയിരുന്നത്? ഗ്രാമങ്ങളിലോ? അല്ല. അതിനായി പുതിയ കേന്ദ്രങ്ങൾ ഉയർന്നുവന്നു. തലസ്ഥാന നഗരങ്ങൾ. ഇവയായിരുന്നു ഭരണത്തിന്റെ നെടുന്തൂണുകൾ. ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ആ കാലത്തെ തലസ്ഥാന നഗരങ്ങൾ വലിയ കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. രാജ്ഗൃഹ, കൗശാംബി പോലുള്ളവയെല്ലാം ഇതിന് നല്ല ഉദാഹരണങ്ങളാണ്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയായിരുന്നില്ല കേട്ടോ ഈ കോട്ടകൾ. ഈ കോട്ടകൾക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി, മറ്റു രാജാക്കന്മാരുടെ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം. പിന്നെ ഇത് രാജാവിന്റെ ശക്തിയും സമ്പത്തും കാണിക്കാനുള്ള ഒരു ഷോക്കേസ് കൂടിയായിരുന്നു. ഏറ്റവും പ്രധാനമായി, ഒരു സെൻട്രൽ പോയിന്റിലിരുന്ന് ഭരണം നിയന്ത്രിക്കാൻ ഇത് വളരെ എളുപ്പമാക്കി. വിഭവങ്ങൾ ശേഖരിക്കാനും പദ്ധതികൾ തയ്യാറാക്കാനുമെല്ലാമുള്ള ഹബ്ബുകളായിരുന്നു ഈ തലസ്ഥാനങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ട ഈ സിസ്റ്റം, മഹാജനപദങ്ങളിലെ ഈ ഭരണരീതി, ഇതിവിടെ അവസാനിച്ചോ? ഇല്ല. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ കാര്യത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. എന്തിന്റെ തുടക്കമെന്നല്ലേ? നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മുടെ പ്രധാന ചോദ്യം വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സാമ്രാജ്യമായ മൗര്യ സാമ്രാജ്യത്തിന് ഒരു ബ്ലൂ പ്രിന്റ് ആയിരുന്നോ ഈ മഹാജനപദങ്ങളിലെ സിസ്റ്റം? അതോ മൗര്യന്മാരെല്ലാം ആദ്യം മുതൽ തുടങ്ങിയോ? ഉത്തരം വളരെ ലളിതമാണ്. അതെ, തീർച്ചയായും. മൗര്യന്മാർ പൂജ്യത്തിൽ നിന്നല്ല തുടങ്ങിയത്. അവർക്ക് മുന്നിൽ മഹാജനപദങ്ങൾ ഉണ്ടാക്കിവെച്ച ഒരു അടിത്തറയുണ്ടായിരുന്നു. പ്രാദേശിക ഭരണം, ഉദ്യോഗസ്ഥരുടെ ശൃംഖല, കേന്ദ്രീകൃതമായ നിയന്ത്രണം തുടങ്ങിയ ആശയങ്ങളെല്ലാം മൗര്യന്മാർ കടമെടുത്തത് ഇവിടെ നിന്നാണ്. അവർ ചെയ്തത് ഈ സിസ്റ്റത്തെ കൂടുതൽ വലുതാക്കി, കൂടുതൽ കാര്യക്ഷമമാക്കി, ഒരു വമ്പൻ സാമ്രാജ്യമാക്കി മാറ്റിയെന്നതാണ്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദമായി സംസാരിച്ചു. ഇനി പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനെ എങ്ങനെ കാണണം? പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഈ 5 പോയിന്റുകൾ ഓർത്തുവെച്ചാൽ മതി. 1. സമൂഹം ഗോത്രത്തിൽ നിന്ന് കൃഷിഭൂമിയിലേക്ക് മാറി. കാരണം ഇരുമ്പിന്റെ ഉപയോഗം. 2. രാജാവ് പാരമ്പര്യമായി അധികാരം കിട്ടുന്ന ഒരു യോദ്ധാവും സംരക്ഷകനുമായ ക്ഷത്രിയൻ. 3. ഭരണത്തിന്റെ ഘടന. ഏറ്റവും മുകളിൽ രാജാവ്, പിന്നെ മഹാമാത്രന്മാർ, പിന്നെ മറ്റുദ്യോഗസ്ഥർ. 4. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, മന്ത്രിയും സേനാനായകനും. അവസാനം 5ാമത്തെ പോയിന്റ്, ഇതെല്ലാം പിന്നീട് വന്ന മൗര്യസാമ്രാജ്യത്തിന് അടിത്തറ പാകി. ഇത്രയുമാണ് ഇതിന്റെ കാതൽ. നിങ്ങളുടെ അറിവൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇതാ പ്രിലിംസ് മോഡലിലുള്ള 3 ചോദ്യങ്ങൾ. 1. സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. ഇനി മെയിൻസിനായി തയ്യാറെടുക്കുന്നവർക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന 2 ചോദ്യങ്ങളിതാ. നമ്മൾ ചർച്ച ചെയ്ത ഭരണ സംവിധാനത്തിന്റെ ഘടനയും അതിന്റെ ചരിത്രപരമായ പ്രാധാന്യവുമൊക്കെ വിലയിരുത്താൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. നമസ്കാരം. പുരാതന ഇന്ത്യയിലെ മഗധയെ പോലുള്ള ആദ്യത്തെ മഹാസാമ്രാജ്യങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം ശക്തരായതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അതിന്റെ രഹസ്യം 2 കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. 1. അവരുടെ സൈനിക ശക്തി, പിന്നെ 2. ആ സൈന്യത്തെ നിലനിർത്താനുള്ള സാമ്പത്തിക ശക്തി. അപ്പോൾ ബുദ്ധന്റെ കാലഘട്ടത്തിലെ സൈന്യത്തെയും നികുതി വ്യവസ്ഥയെയും കുറിച്ചുള്ള നമ്മുടെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം ഒരു പുതിയ സ്റ്റേറ്റിന് എന്തൊക്കെയായിരുന്നു അത്യാവശ്യമെന്ന് നോക്കും. പിന്നെ ചതുരംഗ സൈന്യത്തെക്കുറിച്ച് പഠിക്കും. അതിനുശേഷം ഈ അധികാരത്തിൻ്റെയൊക്കെ യഥാർത്ഥ എഞ്ചിനായ വരുമാനത്തെക്കുറിച്ചും നികുതി പിരിവിന്റെ രീതികളെക്കുറിച്ചും സംസാരിക്കും. അവസാനം UPSC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്വിക്ക് സമ്മറിയും ഉണ്ടാകും. അപ്പം നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ദ ന്യൂ സ്റ്റേറ്റ്സ് നീഡ്, അതായത് പഴയ ഗോത്ര വ്യവസ്ഥയിൽ നിന്ന് സ്ഥിരം സൈന്യങ്ങളൊക്കെയുള്ള ഒരു വലിയ രാജ്യത്തിലേക്ക് എങ്ങനെയാണൊരു മാറ്റമുണ്ടായത്, എന്തായിരുന്നു അതിന്റെ കാരണം, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലുള്ള ആ അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ ആ വലിയ സാമ്രാജ്യങ്ങൾ എങ്ങനെയാണ് കെട്ടിപ്പടുത്തത്? എന്തായിരുന്നു അതിൻ്റെയൊക്കെ അടിത്തറ? അതിന്റെ ഉത്തരം വെറും പടയാളികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. പണം, അതും ഒരുപോലെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ഒരു പ്രൊഫഷണൽ ആർമിയും ചിട്ടയായൊരു ട്രഷറിയും, ഇവ രണ്ടും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയായിരുന്നു. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. ഈ മാറ്റം ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് ഈ താരതമ്യം ഒന്ന് നോക്കാം. പഴയ സിസ്റ്റം, അതായത് ജനവ്യവസ്ഥയിൽ ആളുകളുടെ കൂറ് അവരവരുടെ ഗോത്രത്തോടായിരുന്നു. അവിടെ ഒരു സ്റ്റാൻഡിംഗ് ആർമിയില്ല. യുദ്ധം വരുമ്പോൾ മാത്രം ആളുകൾ ആയുധമെടുക്കും. വരുമാനമെന്ന് പറയുന്നത് ബലി പോലെ ആളുകൾ സ്വമേധയാ കൊടുക്കുന്ന സമ്മാനങ്ങളായിരുന്നു. എന്നാൽ പുതിയ ജനപദാ സിസ്റ്റം വന്നപ്പോഴോ അവിടെ കഥയാകെ മാറി. ആളുകളുടെ കൂറ് ഒരു നിശ്ചിത ഭൂപ്രദേശത്തോടായി.
ആ ഭൂപ്രദേശം സംരക്ഷിക്കാൻ ശമ്പളം കൊടുത്ത് നിർത്തുന്ന ഒരു സ്ഥിരം സൈന്യം വേണം, അതിനായി കോട്ടകളും വേണം. ഇതിനെല്ലാം പണം വേണ്ടേ? അതിനാണ് നിർബന്ധിതവും സ്ഥിരവുമായ നികുതി വ്യവസ്ഥ വരുന്നത്. ഈ കാണുന്ന ചിത്രം നോക്കൂ. ഏകദേശം 2500 വർഷം മുൻപുള്ള കൗശാംബിയിലെ ഭീമാകാരമായ കോട്ടമതിലാണിത്. ഇത് വെറുമൊരു കെട്ടിടമല്ല, ഒരു പുതിയ തരം സ്റ്റേറ്റിന്റെ ആവശ്യകതയുടെ ഏറ്റവും വലിയ തെളിവാണിത്. ഇത്രയും വലിയ നിർമ്മിതികൾക്കും അതിന് കാവൽ നിൽക്കുന്ന ആയിരക്കണക്കിന് സൈനികർക്കും ശമ്പളം കൊടുക്കണമെങ്കിൽ അതിനു പിന്നിൽ എത്ര വലിയൊരു സാമ്പത്തിക സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാവണം, അല്ലേ? ശരി, അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റിന്റെ മിലിറ്ററി മെഷീൻ എങ്ങനെയായിരുന്നു എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തായിരുന്നു ഈ ചതുരംഗ സൈന്യം? അതിന്റെ പവർ അത്രത്തോളം ഉണ്ടായിരുന്നു? ആദ്യം തന്നെ ഈ സ്റ്റാൻഡിംഗ് ആർമി എന്ന വാക്ക് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. എന്താണിത്? പേര് പറയുന്നത് പോലെ തന്നെ ഇത് സ്ഥിരമായി നിലനിൽക്കുന്നൊരു സൈന്യമാണ്. യുദ്ധമില്ലാത്തപ്പോഴും ഇവർ സൈനികരായിരിക്കും. സ്റ്റേറ്റ് ഇവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടേയിരിക്കും. പഴയ ഗോത്ര സൈന്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവർ ഫുൾ ടൈം സോൾജിയേഴ്സാണ്. ഇത് ആ കാലഘട്ടത്തിലൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു. പുരാതന ഇന്ത്യൻ സൈന്യത്തിന് ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു, ചതുരംഗം. 4 അംഗങ്ങൾ അഥവാ വിഭാഗങ്ങൾ ഉള്ളത് എന്നാണ് അതിനർത്ഥം. ഒന്നാമത്തേത് ഇൻഫൻട്രി അഥവാ കാലാൾപ്പട. ഇവരായിരുന്നു സൈന്യത്തിന്റെ നട്ടെല്ല്. രണ്ടാമത്തേത് കാവൽറി അഥവാ കുതിരപ്പട. സ്പീഡും മൊബിലിറ്റിയുമായിരുന്നു ഇവരുടെ പ്ലസ് പോയിന്റ്. മൂന്നാമത്തേത് രഥങ്ങൾ. ഇത് കൂടുതൽ കമാൻഡർമാരും രാജാക്കന്മാരും ഉപയോഗിക്കുന്നൊരു സ്റ്റാറ്റസ് സിമ്പിളായി മാറിയിരുന്നു. പിന്നെ നാലാമത്തേത് ആനകൾ. ഇതായിരുന്നു അന്നത്തെ ഒരു ലിവിംഗ് ബാറ്റിൽ ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. കോട്ടകൾ ഇടിച്ചു നിർത്താനും ശത്രുക്കളെ പേടിപ്പിക്കാനും ഇത് ധാരാളമായിരുന്നു. ആനകളുടെ കാര്യം നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം മഗധ പോലുള്ള കിഴക്കൻ രാജ്യങ്ങൾക്ക് അവരുടെ അടുത്തുള്ള വനങ്ങളിൽ നിന്ന് ഇഷ്ടം പോലെ ആനകളെ കിട്ടുമായിരുന്നു. ഇത് അവർക്ക് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു വലിയ മിലിറ്ററി അഡ്വാൻറ്റേജ് തന്നെ നൽകി. ഒരു ആനപ്പട മുന്നോട്ട് കുതിച്ചു വരുമ്പോഴുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഒന്നോർത്തു നോക്കൂ. ഈ ഒരു കണക്ക് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും. നന്ദ സാമ്രാജ്യത്തിന്റെ കയ്യിൽ അവരുടെ പീക്ക് ടൈമിൽ ഏകദേശം 6000 യുദ്ധയാനകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഗ്രീക്ക് ചരിത്രകാരന്മാർ വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആനകൾ മാത്രമല്ല, കൂടെ 2 ലക്ഷം കാലാൾപ്പട, 20,000 കുതിരപ്പട, 2000 രഥങ്ങൾ. ഇതൊരു ചെറിയ കളിയല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും ഭീമമായൊരു സൈന്യത്തെ തീറ്റിപ്പോറ്റണമെങ്കിൽ, അവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ എന്തുമാത്രം പണം വേണമല്ലേ? ആ ചോദ്യമാണ് നമ്മളെ നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് കൊണ്ടുപോകുന്നത്. അതെ, നമ്മുടെ അടുത്ത ഭാഗം റവന്യൂ ദ എഞ്ചിൻ ഓഫ് പവർ. ഈ കോട്ടകൾക്കും സൈന്യത്തിനും വേണ്ടിയുള്ള പണം എവിടെ നിന്നാണ് വന്നത്? അധികാരത്തിന്റെ യഥാർത്ഥ ഇന്ധനമായ വരുമാനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ചോദ്യം വളരെ ലളിതമാണ്, അല്ലേ? ഇത്രയും വലിയൊരു ആർമിക്ക് അത്രയും വലിയൊരു ബഡ്ജറ്റ് വേണം. അതെവിടെ നിന്ന് കണ്ടെത്തി? എങ്ങനെയാണ് അവരത് നിലനിർത്തിയിരുന്നത്? അതിനുള്ള ഉത്തരം ശരിക്കും ഒരു വിപ്ലവം തന്നെയായിരുന്നു. സ്ഥിരമായ ചിട്ടയായ ഒരു നികുതി സമ്പ്രദായം. പണ്ടത്തെപ്പോലെ എപ്പോഴെങ്കിലും കിട്ടുന്ന സമ്മാനങ്ങളെയോ യുദ്ധത്തിൽ ജയിക്കുമ്പോൾ കിട്ടുന്ന കൊള്ളമുതലിനെയോ ആശ്രയിക്കുന്ന പരിപാടി നിർത്തി. പകരം റെഗുലറും നിർബന്ധിതവുമായ ടാക്സ് പിരിവ് തുടങ്ങി. ഈ ഭരണകൂടത്തിന്റെ അധികാരചക്രം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇതൊരു സൈക്കിൾ പോലെയാണ്. വലിയൊരു ടെറിട്ടറി സംരക്ഷിക്കാൻ വലിയൊരു ആർമി വേണം. ഈ ആർമിക്ക് ശമ്പളം കൊടുക്കാൻ ഒരു വലിയ ട്രഷറി വേണം. ആ ട്രഷറി നിറയ്ക്കാൻ ഒരു കൃത്യമായ ടാക്സ് സിസ്റ്റം വേണം. ഇനി നോക്കൂ, കൂടുതൽ ടാക്സ് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ആർമിയെ ഇനിയും വലുതാക്കാം. വലിയ ആർമി വെച്ച് കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാം. ആ പുതിയ സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും ടാക്സ് പിരിക്കാം. കണ്ടില്ലേ, ഇതങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. സാമ്രാജ്യം വളർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് പിരിവ് അതെങ്ങനെയായിരുന്നു? എന്തൊക്കെ രീതികളിലാണ് സ്റ്റേറ്റ് ജനങ്ങളിൽ നിന്ന് വരുമാനം കണ്ടെത്തിയിരുന്നത്? നമുക്ക് നോക്കാം. ഈ ടേബിളിൽ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ കാണാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗ ആയിരുന്നു. അതായത് കാർഷിക വിളവിന്റെ 1/6 നേരെ ഖജനാവിലേക്ക് കൊടുക്കണം. ബലി എന്ന് പറയുന്നത് പണ്ടൊരു സമ്മാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിർബന്ധിത കപ്പമായി മാറി. ശുൽക്ക, കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾക്ക് കൊടുക്കേണ്ട ഡ്യൂട്ടിയായിരുന്നു. കര എന്നത് പഴത്തോട്ടങ്ങൾക്കുള്ള ടാക്സ് ആയിരുന്നു. ഇതൊന്നും പോരാതെ കരകൗശല തൊഴിലാളികൾ, കന്നുകാലികളെ വളർത്തുന്നവർ, എന്തിന് കാട്ടിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിക്കുന്നവർ വരെ നികുതി കൊടുക്കണമായിരുന്നു. ഈ ബലി എന്ന വാക്കിന് പിന്നിലൊരു രസകരമായ മാറ്റമുണ്ട്. പണ്ട് വൈദിക കാലഘട്ടത്തിൽ ഇതൊരു ഗിഫ്റ്റായിരുന്നു, ആളുകൾ ഇഷ്ടത്തോടെ തലവന് കൊടുക്കുന്നത്. പക്ഷേ ബുദ്ധന്റെ കാലമായപ്പോഴേക്കും സീൻ ആകെ മാറി. ഇത് ബലം പ്രയോഗിച്ച് പിരിക്കുന്ന ഒരു നിർബന്ധിത ടാക്സായി. അതിനായി ബലിസാധകർ എന്ന പേരിൽ പ്രത്യേക ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ മാറ്റം മതി സ്റ്റേറ്റിന്റെ അധികാരം എത്രത്തോളം വർദ്ധിച്ചുവെന്ന് മനസ്സിലാക്കാൻ. നികുതി പണമായിട്ടും സാധനങ്ങളായിട്ടും പിരിച്ചിരുന്നു. പണമായി എന്ന് പറയുമ്പോൾ അക്കാലത്തെ പഞ്ച്മാർക്ക്ഡ് നാണയങ്ങൾ, സാധനങ്ങളായി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നെല്ല്. ഇത്രയും സങ്കീർണമായൊരു സിസ്റ്റം മാനേജ് ചെയ്യാൻ ഒരു വലിയ ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ അവർക്ക് ആവശ്യമായിരുന്നു.
ശരി, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം UPSC പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ ഓർത്തുവെക്കാമെന്ന് നോക്കാം. ഈ ഭാഗത്തു നിന്നുള്ള കീ ടേക്ക്അവേസ് എന്തൊക്കെയാണെന്ന് കാണാം. സൈന്യത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ മറക്കരുത്. 1. പ്രൊഫഷണലൈസേഷൻ. താൽക്കാലിക മിലിഷ്യയിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന സ്ഥിരം സൈന്യത്തിലേക്കുള്ള മാറ്റം. 2. അതിന്റെ ഘടന, അതായത് ഇൻഫാൻട്രി, കാവൽറി, രഥങ്ങൾ, ആനകൾ എന്നിങ്ങനെയുള്ള ചതുരംഗ സൈന്യം. 3. അതിന്റെ ധർമ്മം. സാമ്രാജ്യം വികസിപ്പിക്കാനും അതിനെ സംരക്ഷിക്കാനും സൈന്യം കൂടിയേ തീരൂ. അതുപോലെ നികുതിയുടെ കാര്യത്തിലും 3 പോയിന്റുകൾ. 1. സിസ്റ്റമാറ്റൈസേഷൻ, അതായത് ഗിഫ്റ്റുകളിൽ നിന്ന് നിർബന്ധിത ടാക്സിലേക്കുള്ള മാറ്റം. 2. പ്രധാന സ്രോതസ്സുകൾ. അതിലേറ്റവും പ്രധാനം കാർഷിക നികുതിയായ ഭാഗ ആയിരുന്നു, കൂടെ ബലി, ശുൽക്ക എന്നിവയും. 3. ഇതിന്റെയെല്ലാം ലക്ഷ്യമെന്തായിരുന്നു? സിമ്പിൾ, ഈ വലിയ സൈന്യത്തിനും ഭരണസംവിധാനത്തിനും പണം കണ്ടെത്തുക. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ. ഒരു സ്റ്റേറ്റിന്റെ യഥാർത്ഥ ശക്തിയുടെ അളവുകോല് സർക്കാർ ഖജനാവിൽ നിന്ന് പണം നൽകി പരിപാലിക്കുന്ന ഒരു വലിയ പ്രൊഫഷണൽ സൈന്യത്തിന്റെ രൂപീകരണമാണ്. സൈന്യവും ഖജനാവും ഇവയായിരുന്നു പുരാതന ഇന്ത്യൻ സാമ്രാജ്യങ്ങളുടെ ആണിക്കല്ലുകൾ. പോകുന്നതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ പുരാതന മോഡൽ ഇന്നത്തെ നമ്മുടെ ആധുനിക രാജ്യങ്ങളുടെ പ്രവർത്തനത്തെ എത്രത്തോളം നിർവചിക്കുന്നുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മൾ പുരാതന ഇന്ത്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എപ്പോഴും ശക്തരായ രാജാക്കന്മാരും വലിയ സാമ്രാജ്യങ്ങളുമാണ്, അല്ലേ? എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരൊറ്റ രാജാവില്ലാതെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ചു ഭരണം നടത്തിയിരുന്ന ഒരു സംവിധാനം അക്കാലത്ത് നിലനിന്നിരുന്നു. ബുദ്ധന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ ഗണസംഘങ്ങൾ എന്നറിയപ്പെടുന്ന റിപ്പബ്ലിക്കുകളെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം എന്താണ് ഈ ഗണസംഘങ്ങൾ എന്ന് നമ്മൾ നിർവചിക്കും. പിന്നെ അവ എവിടെയായിരുന്നു, അവരുടെ ഭരണം എങ്ങനെയായിരുന്നു, തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുത്തിരുന്നത് എന്നൊക്കെ നോക്കും. പുതിയ മതങ്ങൾ ഉണ്ടാകുന്നതിൽ ഈ റിപ്പബ്ലിക്കുകൾക്ക് എന്ത് പങ്കാണുണ്ടായിരുന്നത് എന്നും നമ്മൾ ചർച്ച ചെയ്യും. അവസാനം പരീക്ഷയ്ക്കു വേണ്ടിയുള്ള പ്രധാന പോയിന്റ്സ് ഒന്നുകൂടി ഓർത്തെടുത്ത് കുറച്ച് ചോദ്യങ്ങളും പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. രാജഭരണത്തിൽ നിന്നും വ്യത്യസ്തമായ ഈ ബദൽ ഭരണരീതി യഥാർത്ഥത്തിൽ എന്തായിരുന്നുവെന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. എല്ലായിടത്തും ശക്തരായ രാജാക്കന്മാർ, അച്ഛൻ കഴിഞ്ഞാൽ മകൻ, അങ്ങനെ പാരമ്പര്യമായി ഭരണം കൈമാറിപ്പോകുന്നൊരു കാലം. ആ സമയത്ത് ഇതൊന്നുമല്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒരുതരം ഗവൺമെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ല. ഇതിനുള്ള ഉത്തരമാണ് ഗണസംഘങ്ങൾ. തീർച്ചയായും അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നു. ഈ ഗണസംഘം എന്ന പേര് മനസ്സിലാക്കാൻ നമുക്ക് ആ 2 വാക്കുകൾ എന്താണെന്ന് ആദ്യം നോക്കാം. ആദ്യത്തേത് ഗണ. ഗണ എന്ന് പറഞ്ഞാൽ സിംപിളായ ഒരു കൂട്ടം ആളുകൾ. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തുല്യ പദവിയാണെന്നാണ് സങ്കല്പം. അടുത്തത് സംഘം. അത് നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള വാക്കാണ്, അല്ലേ? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ, അത്രയുള്ളൂ. അപ്പോ ഈ 2 വാക്കുകളും കൂടി ചേരുമ്പോഴോ ഗണസംഘം. അതായത് ഒരൊറ്റ രാജാവ് സിംഹാസനത്തിലിരുന്ന് ഭരിക്കുന്നതിനു പകരം ഒരു കൂട്ടം ആളുകൾ, ഒരു സഭ ഒരുമിച്ച് ഭരിക്കുന്നു. അധികാരം ഒരാളുടെ കയ്യിലല്ല, പകരം ഒരു പറ്റം പ്രമുഖരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഒലിഗാർക്കി, അതായത് പ്രഭുഭരണമെന്നും പറയാം. ഇത് രാജഭരണത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണെന്ന് നോക്കൂ. ഓക്കെ, അപ്പോൾ ഈ പുരാതന റിപ്പബ്ലിക്കുകൾ എവിടെയൊക്കെയായിരുന്നു? അവയുടെ ഘടന എങ്ങനെയായിരുന്നു? നമുക്ക് വിശദമായി നോക്കാം. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ഗണസംഘങ്ങളുണ്ട്. വജ്ജി, മല്ല, ശാക്യ, കോലിയ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടവ. ഇതിൽ വജ്ജി എന്ന് പറയുന്നത് ലിച്ഛാവികളെപ്പോലുള്ള പല കുലങ്ങൾ ചേർന്ന ഒരു യൂണിയനായിരുന്നു. പിന്നെ ഗൗതമബുദ്ധൻ വന്നത് ശാക്യഗണത്തിൽ നിന്നാണ്, ഓർമ്മയുണ്ടല്ലോ. മല്ലന്മാരുടെ തലസ്ഥാനം കുശിനഗരമായിരുന്നു. ഈ പേരുകളൊക്കെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ് കേട്ടോ. ഇവരിൽ ഭൂരിഭാഗവും എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ കിഴക്കേ ഇന്ത്യയിലെ ഹിമാലയൻ താഴ്വരകളിലാണ്. ചിലത് സിന്ധു നദീതടത്തിലും ഉണ്ടായിരുന്നു. ഇതിനൊരു കാരണമുണ്ട്. വലിയ രാജ്യങ്ങളുണ്ടായിരുന്ന ഗംഗാ സമതലങ്ങളിലെ കൊടുങ്കാടുകൾ വെട്ടിത്തെളിക്കാൻ അന്ന് ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഈ മലമ്പ്രദേശങ്ങൾ അത്രയ്ക്ക് ദുർഘരമായിരുന്നില്ല. അതുകൊണ്ട് അവിടെ താമസമാക്കാനും കൃഷി ചെയ്യാനും എളുപ്പമായിരുന്നു. ഇനി ഈ റിപ്പബ്ലിക്കുകളെല്ലാം ഒരേപോലെയല്ലായിരുന്നു. പ്രധാനമായിട്ട് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒന്ന്, ശാക്യരെയും മല്ലരെയും പോലെ ഒരൊറ്റ കുലം മാത്രം ഭരിക്കുന്നത്, സിംഗിൾ ക്ലാൻ റിപ്പബ്ലിക്. രണ്ടാമത്തേത് വജ്ജികളെ പോലെ. അവിടെ 8 9 കുലങ്ങൾ ചേർന്ന്
ഒരു കോൺഫെഡറസി, ഒരു സഖ്യമുണ്ടാക്കിയാണ് ഭരിച്ചിരുന്നത്. ഇത് അവരുടെ ഭരണഘടനയിൽ തന്നെ ഒരു വൈവിധ്യം കാണിക്കുന്നുണ്ട്. അപ്പോ ശരി, അധികാരം എങ്ങനെയായിരുന്നു ഇവർക്കിടയിൽ? ഒരു അസംബ്ലി വെച്ച് എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കുന്നത്? നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത്. ഭരണാധികാരിയുടെ സ്ഥാനം പാരമ്പര്യമല്ല. അച്ഛൻ കഴിഞ്ഞാൽ മകൻ എന്ന പരിപാടി ഇല്ല. തലവനെ ഗണപതിന്നോ ഗണരാജനെന്നോ ഒക്കെ വിളിക്കും. പക്ഷെ ശരിക്കുള്ള അധികാരം ഒരു കൗൺസിലിന്റെ കയ്യിലായിരുന്നു. പ്രമുഖ ക്ഷത്രിയ കുടുംബങ്ങളിലെ തലവന്മാരായിരുന്നു അതിലംഗങ്ങൾ. ഇനി ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയുമോ? ചില ഗണസംഘങ്ങളിൽ ആയിരക്കണക്കിന് പേർ ഒരുമിച്ച് ഭരിക്കും. അവരെ ഓരോരുത്തരെയും വിളിച്ചിരുന്നത് രാജ എന്നായിരുന്നു. ഒന്നോർത്തു നോക്കൂ, ആയിരക്കണക്കിന് രാജാക്കന്മാർ. ഈ ടേബിൾ നോക്കിയാൽ സംഭവം വ്യക്തമാകും. ഗണസംഘങ്ങളും രാജഭരണവും. നേതൃത്വം നോക്കൂ, റിപ്പബ്ലിക്കിൽ അത് പാരമ്പര്യമല്ല, പക്ഷേ രാജ്യങ്ങളിൽ അത് പാരമ്പര്യമാണ്. അധികാരം റിപ്പബ്ലിക്കുകളിൽ ഒരു അസംബ്ലിയുടെ കയ്യിലാണെങ്കിൽ രാജ്യങ്ങളിൽ അത് ഒറ്റ രാജാവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക്കുകളിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്, പക്ഷെ മറ്റൊരിടത്ത് ഒരേയൊരു പരമാധികാരി മാത്രം. വ്യത്യാസം വളരെ വ്യക്തമാണ്, അല്ലേ? ഒരുപക്ഷേ ഗണസംഘങ്ങളെ ഏറ്റവും സവിശേഷമാക്കുന്നത് അവർ തീരുമാനങ്ങൾ എടുത്തിരുന്ന രീതിയാണ്. വെറുതെ ഒരാൾ തീരുമാനിക്കുകയല്ല, അതിന് കൃത്യമായ ഒരു നടപടിക്രമം തന്നെയുണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാം. ഇതൊരു ഭയങ്കര ചിട്ടയുള്ള പ്രക്രിയയായിരുന്നു. ആദ്യം എല്ലാവരും സന്ധാഗാര എന്ന അസംബ്ലി ഹാളില് ഒത്തുകൂടും. മീറ്റിംഗ് തുടങ്ങാൻ ആവശ്യത്തിന് ആൾക്കാരുണ്ടോ എന്ന് നോക്കാൻ ഗണപൂരക എന്നൊരു ഓഫീസറുണ്ട്. കോറം തികയ്ക്കുക എന്ന് നമ്മളിപ്പോൾ പറയില്ലേ, അതുപോലെ. എന്നിട്ട് വിഷയങ്ങൾ ചർച്ചയ്ക്ക് വയ്ക്കും, വലിയ സംവാദങ്ങളൊക്കെ നടക്കും. എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ലെങ്കിൽ വോട്ടിനിടും. ശലാക എന്ന് പറയുന്ന ചെറിയ മരകഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തിരുന്നത്. ഈ വോട്ടുകൾ എണ്ണാനും അത് സത്യസന്ധമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കാനും ശലാക ഗാഹബക എന്ന വേറൊരു ഓഫീസറും ഉണ്ട്. ഇന്നത്തെ നമ്മുടെ പാർലമെന്ററി സിസ്റ്റത്തിന്റെ ഒരു പഴയ രൂപം പോലെ തോന്നില്ലേ? അപ്പോ ഇങ്ങനെയൊരു തുറന്ന ചർച്ചയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം, അത് അന്നത്തെ ചിന്തകളെയും പുതിയ മതങ്ങളെയുമൊക്കെ എങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക? അതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ഈ ഒരു വാചകം ശ്രദ്ധിച്ചു കേൾക്കണം. രാജഭരണ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഗണസംഘങ്ങൾ പാരമ്പര്യേതര വീക്ഷണങ്ങളെ അംഗീകരിക്കാനും വ്യക്തിഗതവും സ്വതന്ത്രവുമായ അഭിപ്രായങ്ങളെ സ്വീകരിക്കാനും കൂടുതൽ സന്നദ്ധരായിരുന്നു. എന്നുവെച്ചാൽ അവിടെ ഒരു തരം ബൗദ്ധിക സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇതാണ് ഗണസംഘങ്ങളെ ചരിത്രത്തിൽ വേറിട്ട് നിർത്തുന്ന ഒരു പ്രധാന ഘടകം. ഈയൊരു സഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഫലം എന്തായിരുന്നു? ബുദ്ധമതം, ജൈനമതം പോലുള്ള പുതിയ ആശയങ്ങളുടെ ഉദയം. ഗൗതമബുദ്ധൻ വന്നത് ശാക്യഗണത്തിൽ നിന്നാണ്. മഹാവീരൻ വന്നത് വജ്ജി സഖ്യത്തിലെ ജ്ഞാത്രിക കുലത്തിൽ നിന്നും. ഈ പുതിയ ചിന്തകൾക്ക് വളരാനുള്ളൊരു മണ്ണ് ഈ റിപ്പബ്ലിക്കുകൾ ഒരുക്കിക്കൊടുത്തു. ദീഘനികായ പോലുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അന്നത്തെ ഗണസംഘങ്ങളിലെ ജീവിതത്തെയും ഭരണത്തെയും കുറിച്ചുള്ള വളരെ വിശദമായ വിവരണങ്ങൾ നമുക്ക് കിട്ടും. ശരി, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് UPSC പരീക്ഷയ്ക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നോക്കാം. അതിനായി കുറച്ച് ചോദ്യങ്ങളുമുണ്ട്. അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ? ഗണസംഘങ്ങൾ രാജഭരണത്തിന് ഒരു ബദലായിരുന്നു. ഭരണം നടത്തിയിരുന്നത് സന്താഗാര എന്ന അസംബ്ലിയായിരുന്നു. നേതൃത്വം പാരമ്പര്യേതരം ആയിരുന്നു. ശലാക ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്ന ഒരു ചിട്ടയായ പ്രക്രിയയുണ്ടായിരുന്നു. ഇവ പ്രധാനമായും ഹിമാലയൻ താഴ്വരകളിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം, ബുദ്ധമതം, ജൈനമതം പോലുള്ള പുതിയ ചിന്തകളെ അവർ സ്വാഗതം ചെയ്തു. ഓക്കെ, ഇനി കുറച്ച് പ്രിലിംസ് മോഡൽ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഗണസംഘ ഭരണരീതിയുടെ പശ്ചാത്തലത്തിൽ ശലാഖ ഗാഹപക എന്ന പദം ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷനുകൾ: എ സഭയുടെ തലവൻ, ബി റിപ്പബ്ലിക്കിന്റെ ഖജാൻജി, സി വോട്ടുകൾ ശേഖരിക്കുന്ന ഉദ്യോഗസ്ഥൻ, ഡി സൈന്യത്തിന്റെ കമാൻഡർ. നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞതേ ഉള്ളൂ, ഓർത്തുനോക്കൂ. അടുത്ത ചോദ്യം: ഗണസംഘങ്ങളെയും രാജഭരണത്തെയും ശരിയായി വേർതിരിക്കുന്ന പ്രസ്താവന ഏതാണ്? 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 1. ഗണസംഘങ്ങളിൽ തലവന്റെ സ്ഥാനം പാരമ്പര്യമായിരുന്നു. 2. അവ പ്രധാനമായും ഫലഭൂയിഷ്ഠമായ ഗംഗാ സമതലങ്ങളിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. 3. ഗണസംഘങ്ങളിൽ അധികാരം ഒരു കൂട്ടായ സഭയിൽ നിക്ഷിപ്തമായിരുന്നു. ഇതിലേതാണ് ശരി? മൂന്നാമത്തെ ചോദ്യം: ബുദ്ധനും മഹാവീരനും ഗണസംഘങ്ങളിൽപ്പെട്ടവരായിരുന്നു. ഇതിന് പ്രധാനമായും സഹായകമായത് റിപ്പബ്ലിക്കുകളുടെ എന്ത് പ്രത്യേകതയാണ്? ഓപ്ഷനുകൾ: എ ശക്തമായ കേന്ദ്രീകൃത സൈനിക ശക്തി, ബി നൂതനമായ നികുതി സമ്പ്രദായം, സി പാരമ്പര്യേതര വീക്ഷണങ്ങളോടുള്ള വലിയ സഹിഷ്ണുത, ഡി മഗധരാജ്യവുമായുള്ള സഖ്യം.
ഏതായിരിക്കും ഉത്തരം? ഇനി മെയിൻസ് പരീക്ഷയ്ക്കുള്ള 2 മാതൃകാ ചോദ്യങ്ങൾ കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ഗണസംഘ റിപ്പബ്ലിക്കുകളുടെ രാഷ്ട്രീയ ഘടനയുടെയും തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയുടെയും പ്രധാന സവിശേഷതകൾ ചർച്ച ചെയ്യുക. സമകാലിക രാജഭരണ സംവിധാനത്തിന് ഒരു പ്രധാന ബദലായി അവ എങ്ങനെ നിലകൊണ്ടു? രണ്ടാമത്തേത്: ഇതൊരു പ്രസ്താവനയാണ്. ബുദ്ധമതം, ജൈനമതം തുടങ്ങിയ പാരമ്പര്യേതര മതപ്രസ്ഥാനങ്ങളുടെ ഉദയത്തിന് ഗണസംഘങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം സവിശേഷമായ രീതിയിൽ സഹായകമായിരുന്നു. ഈ പ്രസ്ഥാനവയെ വിമർശനാത്മകമായി വിശകലനം ചെയ്യുക. അപ്പോൾ ഈ ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് ഈ വിഷയം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം. പുരാതന ഇന്ത്യയുടെ സാമൂഹിക ചരിത്രത്തിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ നിർണായകമായ ഒന്നാണ്. അതെ, ബുദ്ധന്റെ കാലത്തെ സാമൂഹിക ക്രമം. അപ്പോ നമ്മുടെ എല്ലാം മനസ്സിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: ബുദ്ധന്റെ ആ കാലഘട്ടത്തിൽ സമൂഹം എങ്ങനെയായിരിക്കും ചിട്ടപ്പെടുത്തിയിരുന്നത്, അല്ലേ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഈ വിശകലനത്തിലൂടെ ശ്രമിക്കുന്നത്. ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാനായി നമ്മൾ ആദ്യം ആ സാമൂഹിക ക്രമം എന്താണെന്ന് നോക്കും. പിന്നെ അതിന്റെ നിയമങ്ങളും രീതികളും. അതിനുശേഷം ഇതിനെതിരെ വന്ന വെല്ലുവിളികളെക്കുറിച്ചും അന്ന് നിലവിലുണ്ടായിരുന്ന ഭരണകൂടങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഒരു നിഗമനവും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രധാന പോയിന്റുകളും. റെഡിയല്ലേ? ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ചതുർവർണ്ണ സാമൂഹിക ക്രമം. ഈ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ ആണിക്കല്ല് എന്തായിരുന്നു എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പോ എന്താണ് ഈ വർണ്ണമെന്ന് പറയുന്നത്? വളരെ ലളിതമായി പറഞ്ഞാൽ സമൂഹത്തെ 4 പ്രധാന ഗ്രൂപ്പുകളായി തിരിച്ചിരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇത്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഇത് ഓരോരുത്തരുടെ ജോലിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. പക്ഷേ കാലക്രമേണ അത് ജന്മം കൊണ്ട് മാത്രം തീരുമാനിക്കുന്ന വളരെ കർശനമായ ഒരു അധികാരശ്രേണിയായി മാറി. ഈ ഒരു ഹൈറാർക്കിയുടെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ബ്രാഹ്മണരായിരുന്നു. പുരോഹിതരും അധ്യാപകരുമായിരുന്ന അവർക്ക് സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം തന്നെയായിരുന്നു. വേദങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക, യാഗങ്ങൾ നടത്തുക, ദാനങ്ങൾ സ്വീകരിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാന ജോലികൾ. രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്നത് ക്ഷത്രിയരാണ്. അതായത് ഭരണാധികാരികളും യോദ്ധാക്കളും. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന്റെ പൊളിറ്റിക്കൽ പവർ മുഴുവൻ ഇവരുടെ കയ്യിലായിരുന്നു. ഭരിക്കുക, ജനങ്ങളെ സംരക്ഷിക്കുക, പിന്നെ നികുതി പിരിക്കുക, ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങളായിരുന്നു. ഇനി മൂന്നാമത്തെ വിഭാഗം വൈശ്യർ. ഇവരെ നമുക്ക് അന്നത്തെ സമൂഹത്തിന്റെ സാമ്പത്തിക നെടുന്തൂണെന്ന് തന്നെ വിളിക്കാം. കർഷകർ, കച്ചവടക്കാർ, കരകൗശല പണിക്കാർ, ഇവരെല്ലാം ഈ വിഭാഗത്തിൽ വരും. ഏറ്റവും പ്രധാനമായി രാജ്യത്തിന്റെ പ്രധാന നികുതിദായകർ ഇവരായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ മുകളിലുള്ള ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും നിലനിർത്തിയിരുന്നത് തന്നെ ഇവരുടെ അധ്വാനത്തിന്റെ ഫലമായിരുന്നു. ഈ അധികാരശ്രേണിയുടെ ഏറ്റവും താഴത്തെ തട്ടിലായിരുന്നു ശൂദ്രർ. അവരുടെ ഒരേയൊരു കടമയായി സമൂഹം കൽപ്പിച്ചുകൊടുത്തത് മുകളിലുള്ള 3 വർണ്ണങ്ങളെയും സേവിക്കുക എന്നത് മാത്രമായിരുന്നു. പ്രത്യേക അവകാശങ്ങളൊന്നുമില്ലാതെ ഒരു സേവന വിഭാഗമായിട്ടാണ് അവരെ കണക്കാക്കിയിരുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്: ദ്വിജ അഥവാ 2 തവണ ജനിച്ചവർ. എന്താണിത്? ഇത് ആദ്യത്തെ 3 വർണ്ണങ്ങൾക്ക്, അതായത് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും മാത്രം ലഭിച്ചിരുന്ന ഒരു പ്രത്യേക സ്റ്റാറ്റസ് ആയിരുന്നു. ഉപനയനം എന്ന ചടങ്ങിലൂടെ പൂണൂൽ ധരിക്കാനും വേദങ്ങൾ പഠിക്കാനുമുള്ള അവകാശം ഇവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ അവകാശങ്ങളെല്ലാം ശൂദ്രർക്ക് നിഷേധിക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും വലിയ വിഭജനത്തിനു കാരണമായത് ഈ ഒരു ആശയമാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം: ചുമതലകളും നിയമങ്ങളും. ഈ വർണ്ണവ്യവസ്ഥ വെറുമൊരു ആശയം മാത്രമായിരുന്നില്ല. അതിനെ ഉറപ്പിച്ചു നിർത്തിയ ചില നിയമങ്ങളും രീതികളും ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്ക്രീനിലെ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓരോ വർണ്ണത്തിനും എന്തൊക്കെ അവകാശങ്ങളുണ്ടായിരുന്നു, എന്തൊക്കെ കടമകളുണ്ടായിരുന്നു എന്ന് ഇതിൽ വ്യക്തമായി കാണാം. ഇപ്പോ ബ്രാഹ്മണർക്ക് നികുതിയിളവ് പോലുള്ള പ്രത്യേക അവകാശങ്ങൾ കിട്ടിയപ്പോൾ ക്ഷത്രിയർക്ക് ഭരിക്കാനുള്ള അധികാരത്തോടൊപ്പം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള കടമയുമുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും താഴെയുള്ള ശൂദ്രരുടെ കാര്യം നോക്കൂ. അവർക്ക് കടമകൾ മാത്രം, പ്രത്യേക അവകാശങ്ങളൊന്നും തന്നെയില്ല. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ നിയമത്തിൽ പോലും ഈ അസമത്വം പ്രകടമായിരുന്നു. ഈ ഉദ്ധരണി ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ പറയുന്നത് സിവിൽ, ക്രിമിനൽ നിയമങ്ങളെല്ലാം വർണ്ണവിഭജനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എന്നാണ്. അതായത് ഒരു ബ്രാഹ്മണനെതിരെ ഒരു ശൂദ്രൻ ഒരു കുറ്റം ചെയ്താൽ അതിന് കഠിനമായ ശിക്ഷ ലഭിക്കും. നേരെ മറിച്ച് ഒരു ശൂദ്രനെതിരെയാണ് കുറ്റം ചെയ്യുന്നതെങ്കിലോ ശിക്ഷ വളരെ ലഘുവായിരിക്കും.
അന്നത്തെ നിയമവ്യവസ്ഥയിൽ പോലും ഈ വിവേചനം എത്രത്തോളം ആഴത്തിലുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ സാമൂഹിക ക്രമത്തെ ആരും ചോദ്യം ചെയ്തില്ലേ? തീർച്ചയായും ചോദ്യം ചെയ്തു. അതാണ് നമ്മുടെ അടുത്ത ഭാഗം. ഈ അധികാര ശ്രേണിക്കെതിരെ ഉയർന്നുവന്ന വെല്ലുവിളി, പ്രത്യേകിച്ചും ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും വരവോടെ നിലവിലുള്ള ഈ വ്യവസ്ഥയ്ക്ക് വലിയൊരു ഇളക്കം തട്ടി. ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ, അത് വളരെ രസകരമാണ്. ഒരു വശത്ത് ബ്രാഹ്മണിക കാഴ്ചപ്പാട് പറയുന്നു വർണ്ണം ജന്മം കൊണ്ടുള്ളതാണ്, അത് ദൈവികമാണ്, അതിൽ ബ്രാഹ്മണരാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്ന്. എന്നാൽ മറുവശത്ത് ബുദ്ധമതം ഇതിനെ പൂർണ്ണമായും തള്ളിക്കഴിഞ്ഞു. അവർ പറഞ്ഞു വർണ്ണം തീരുമാനിക്കുന്നത് ജന്മമല്ല, ഒരാളുടെ പ്രവൃത്തി അഥവാ കർമ്മമാണ്. ജന്മം കൊണ്ട് ആർക്കും ഒരു മേൽക്കോയ്മയുമില്ല. മാത്രമല്ല അവരുടെ പല പാലി ഗ്രന്ഥങ്ങളിലും ക്ഷത്രിയർക്ക് ബ്രാഹ്മണരേക്കാൾ ഉയർന്ന സ്ഥാനം നൽകിയിരിക്കുന്നതും കാണാം. ചുരുക്കത്തിൽ ഒരാളുടെ പെരുമാറ്റമാണ് അയാളുടെ സ്ഥാനം നിർണയിക്കേണ്ടത് എന്നായിരുന്നു അവരുടെ വാദം. ബുദ്ധസന്യാസി സംഘം എത്രത്തോളം പുരോഗമനപരമായിരുന്നു എന്ന് കാണിക്കുന്നൊരു ഉദ്ധരണിയാണിത്. അംഗുത്തര നികായത്തിൽ പറയുന്നതെന്താണെന്ന് വെച്ചാൽ, ഒരാൾ സംഘത്തിൽ ചേരുന്നതോടുകൂടി അയാൾ വേവണ്ണിയന്തി ആകുന്നു, അതായത് വർണ്ണമില്ലാത്തവൻ. ഒന്നാലോചിച്ചു നോക്കൂ, അന്നത്തെ കാലത്ത് ഇതെത്രമാത്രം വിപ്ലവകരമായൊരു ആശയമായിരുന്നിരിക്കണം. അപ്പോ എന്തൊക്കെയായിരുന്നു ഈ വെല്ലുവിളിയുടെ പ്രധാന പോയിന്റുകൾ? 1. ബുദ്ധനും മഹാവീരനും ക്ഷത്രിയരായിരുന്നു. അവർ ബ്രാഹ്മണരുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു. 2. വേദങ്ങളുടെ ദൈവിക അധികാരത്തെ അവർ അംഗീകരിച്ചില്ല. 3. അവർ വർണ്ണങ്ങളുടെ ക്രമം തന്നെ മാറ്റിമറിച്ച് ക്ഷത്രിയർക്ക് 1-ാം സ്ഥാനം നൽകി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുവരെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ശൂദ്രർക്കും സ്ത്രീകൾക്കും അവർ തങ്ങളുടെ സന്യാസി സംഘങ്ങളിലേക്ക് പ്രവേശനം നൽകി. ഇതവരെ സമൂഹത്തിൽ അനുഭവിച്ചിരുന്ന താഴ്ന്ന നിലയിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിച്ചു. ശരി, ഇനി നമുക്ക് മറ്റൊരാംഗിളിൽ നിന്ന് ഇതിനെ നോക്കാം. മഹാജനപദങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? അന്നത്തെ ആ ഭരണകൂടങ്ങൾ ഈ വർണ്ണവ്യവസ്ഥയുമായി എങ്ങനെയാണ് ഇടപെട്ടത്? നമുക്ക് പരിശോധിക്കാം. സത്യം പറഞ്ഞാൽ പുതുതായി ഉയർന്നുവന്ന ഭരണകൂടങ്ങൾക്ക് ഈ വർണ്ണവ്യവസ്ഥ വളരെ ഉപകാരപ്രദമായിരുന്നു. എന്തിനാണെന്നല്ലേ? ഭരണാധികാരിയുടെ അധികാരത്തെ ന്യായീകരിക്കാനും നികുതി പിരിവ് എളുപ്പമാക്കാനും അവർ ഈ സാമൂഹിക ഘടനയെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു. അപ്പോ വർണ്ണവ്യവസ്ഥയും ഭരണകൂടവും പരസ്പരം താങ്ങും തണലുമായിരുന്നു എന്ന് പറയാം. കോസലം, മഗധ പോലുള്ള വലിയ രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് ക്ഷത്രിയ രാജാക്കന്മാരായിരുന്നു. വൈശ്യരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരം ഈ വർണ്ണവ്യവസ്ഥ അവർക്ക് നൽകി. ആ വരുമാനം കൊണ്ടാണ് ഭരണാധികാരികളും പുരോഹിതരും കഴിഞ്ഞിരുന്നത്. അതുപോലെ ജാതിയുടെ ശുദ്ധി കാത്തുസൂക്ഷിക്കാനും സ്വത്തവകാശം അച്ഛനിൽ നിന്നും മകനിലേക്ക് മാത്രം പോകുന്നു എന്ന് ഉറപ്പാക്കാനും വളരെ കർശനമായ പുരുഷാധിപത്യ നിയമങ്ങൾ അന്ന് നടപ്പിലാക്കിയിരുന്നു. ശരി, നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി ഒരു ടൈം ലൈനിൽ വെച്ച് നോക്കിയാലോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. ബുദ്ധന്റെ കാലത്ത് പുതിയതായി വന്ന ഭരണകൂടങ്ങൾക്ക് ഒരു സാമൂഹിക അടിത്തറ നൽകിയത് ഈ വർണ്ണവ്യവസ്ഥയായിരുന്നു. അതേസമയം ഭരണകൂടം ഇതിനെ ശക്തിപ്പെടുത്തിയപ്പോൾ ബുദ്ധമതം പോലുള്ള പുതിയ മതപ്രസ്ഥാനങ്ങൾ ഇതിനെ ശക്തമായി വെല്ലുവിളിക്കുകയും ചെയ്തു. രണ്ടും ഒരേ സമയം നടന്നു. ഈ സാമൂഹിക ക്രമം എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് ഈ ടൈം ലൈൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, BCE 1000-നും 600-നും ഇടയ്ക്ക്, അതായത് പിൽക്കാല വേദകാലഘട്ടത്തിലാണ് ഈ 4 വർണ്ണങ്ങളുള്ള സിസ്റ്റം രൂപം കൊള്ളുന്നത്. പിന്നെ ഏകദേശം BCE 600 ആയപ്പോഴേക്കും ബുദ്ധന്റെ കാലഘട്ടത്തിൽ ഇതിനെതിരെ വലിയ വെല്ലുവിളികൾ ഉയർന്നുവന്നു. അതിനുശേഷം BCE 600-നും 300-നും ഇടയിലുള്ള മഹാജനപദങ്ങളുടെ കാലത്ത് ഈ വർണ്ണവ്യവസ്ഥ ഭരണകൂടത്തിന്റെയും നിയമത്തിന്റെയും ഭാഗമായി കൂടുതൽ ഉറപ്പുള്ളതായി മാറി. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. നിങ്ങളെ പരീക്ഷയ്ക്കു വേണ്ടി ഓർത്തുവെക്കേണ്ട ചില കീ പോയിന്റുകൾ. ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്ക് ഈ പോയിന്റുകൾ ഒന്നുകൂടി വേഗത്തിൽ നോക്കാം. ഒന്നാമത്തേത് വർണ്ണവ്യവസ്ഥ, ആ 4 തട്ടുകളുള്ള ഹയറാർക്കി. 2. ദ്വിജ സ്റ്റാറ്റസ്, ആദ്യത്തെ 3 വർണ്ണക്കാർക്ക് മാത്രമുണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങൾ. 3. നിയമത്തിലെ അസമത്വം, ഓരോ വർണ്ണത്തിനും ഓരോ നിയമം. 4. ബ്രാഹ്മണരുടെ കാഴ്ചപ്പാട്, വർണ്ണം ജന്മം കൊണ്ടുള്ളതാണ്. 5. ബുദ്ധമതത്തിന്റെ വിമർശനം, വർണ്ണം കർമ്മം കൊണ്ടാണ്. 6. ക്ഷത്രിയരുടെ പ്രതികരണം, ബുദ്ധനും മഹാവീരനും ബ്രാഹ്മണരുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു. അവസാനമായി 7ാമത്തെ പോയിന്റ്, ഭരണകൂടവുമായുള്ള ബന്ധം. മഹാജനപദങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക ഘടനയിൽ വർണ്ണവ്യവസ്ഥയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഈ സാമൂഹിക ഘടന പുരാതന ഇന്ത്യയെ രൂപപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, അതിന്റെ പ്രതിധ്വനികൾ ഇന്ത്യൻ ചരിത്രത്തിലുടനീളം നമുക്കിന്നും കാണാൻ സാധിക്കുമല്ലേ?